സ്മോക്കിംഗ് കൊണ്ട് മോണയ്ക്കകത്തൊന്ന് പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഒക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാം അങ്ങ് ചുരുങ്ങും, മോണ രോഗം ഉണ്ടാവും. സ്മോക്കിങ്ങും ചുണ്ടിന്റെ ഇടയ്ക്കൊക്കെ വെക്കുന്ന ഈ പദാർത്ഥങ്ങൾ ഇത് രണ്ടും ക്യാൻസർ കോസിങ് ആണ്. ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബ്രഷിംഗ് പോരാ, ഫ്ലോസിങ് ചെയ്യണം. അസിഡിക് ആയ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ വായിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാതിരിക്കും. കൊമ്പൂച്ച എന്ന് പറഞ്ഞൊരു ഡ്രിങ്കിന്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം പല്ലിന് എത്രത്തോളം അൺഹെൽത്തി ആയിരിക്കും? അവരുടെ പല്ല് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പല്ലിന്റെ ബാക്ക് സൈഡിലാണ് കൂടുതൽ ഡീമിനറലൈസേഷൻ ഉണ്ടാവുന്നത്. എല്ലാ ദിവസവും മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് വായിനെ ഡ്രൈ ആക്കും. 3 ഫിംഗറിൽ വേണം ബ്രഷ് പിടിക്കാൻ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസിയാണ് നമുക്ക് അമർത്തി തേക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. പൊതുവെ കണ്ടുവരുന്നതാണ്, ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആൾക്കാർക്ക് ഡെന്റൽ ക്ലിനിക്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം പേടിയാണ്. ഇപ്പം ഞാൻ പേഴ്സണലി ആണെങ്കിലും നോക്കുമ്പം ആൾക്കാർക്ക് പൊതുവെ ഉള്ളതാണ്, ഇപ്പം ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് പറയുമ്പോൾ അവർക്കൊരു പേടിയുണ്ട്. ആസ് എ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ ഈ പേടി, വേദന, ഇതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി ഡോക്ടർ എന്താണ് ചെയ്യാറ്? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണാറ്? പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അവരെ കംപ്ലീറ്റ്ലി അവരുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ അവരോട് ചോദിക്കും. അവർക്ക് പേടിയുണ്ടെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ അവരുടെ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ അവർ കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവില്ല. അവരെ ആദ്യം ഒന്ന് മനസ്സിലാപ്പിക്കും എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ അവർക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വേദന ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ലൈക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ജെൽ അപ്ലൈ ചെയ്യോ സ്പ്രേ അപ്ലൈ ചെയ്യോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഏരിയയിലെ ടിഷ്യൂ അങ്ങ് മരവിക്കും. അപ്പോൾ ഇഞ്ചക്ഷൻ കയറുന്നത് അറിയില്ല. ഇഞ്ചക്ഷൻ്റെ നീഡിൽ ഏറ്റവും തിന്നസ്റ്റ് ഗേജുള്ള നീഡിൽ ചൂസ് ചെയ്യും. വേറെ നമുക്ക് പെയിൻലെസ് ടെക്നിക്സ് ഉണ്ട്. ഇഞ്ചക്ഷൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഏരിയ ഫുൾ അനസ്തറ്റൈസ് ചെയ്താണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് അവിടെ പെയിൻ അറിയില്ല. അതുപോലെ നമ്മൾ ലേസർ ഡെൻറ്റിസ്ട്രിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫോട്ടോ ബയോ മോഡുലേഷൻ എന്ന് പറഞ്ഞ തെറാപ്പിയും ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചില സിറ്റുവേഷനിൽ മരുന്ന് കഴിക്കേണ്ടേ വരില്ല, പെയിനിന് മരുന്ന് കഴിക്കേണ്ടേ വരില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൺട്രോളായി നിൽക്കും പെയിൻ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺ ഡെൻറ്റൽ ചെയറാണ്. പേഷ്യൻറ്റിന് ഈ സൗണ്ട്സാണ് പേടിയെങ്കിൽ നമ്മൾ മ്യൂസിക്സ്, നല്ല കാം മ്യൂസിക്സ് വെച്ച് കൊടുക്കും. ഓരോ പ്രാവശ്യവും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ റീഅഷ്യൂർ ചെയ്യും, ഐ യു ഓക്കെ, ഓൾ ഗുഡ്, ഐ യു ഫൈൻ, അങ്ങനെ റീഅഷ്യൂർ ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. ഇപ്പം നമ്മൾ ഡെൻ്റലി കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ വെനിയേഴ്സ് ആയാലും ഇംപ്ലാന്റ്സ് ആയാലും അല്ലെങ്കിൽ ഡെൻ്റൽ ജൂവലറി, കോസ്മെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇതിനെ ദീർഘകാലം നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു ഡെയിലി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ ഫുഡെല്ലാം സ്റ്റക്കായിട്ട് പല്ല് ഡീമിനറലൈസ് ആയി പോയി കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്തേക്കുന്ന എന്ത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് ഡിറ്റാച്ചായി പോരും. അപ്പോൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അസിഡിക് ആയ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ സ്ട്രോ വെച്ച് കുടിക്കുക. ഒരിക്കലും വായിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാതിരിക്കുക. ബ്രഷിങ് ചെയ്യുമ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഉടനെ ബ്രഷ് ചെയ്യാതിരിക്കുക. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുക. സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പോകുന്ന പൂളിൽ അവിടെ അസിഡിക് ഒരു നേച്ചറാണ് അവിടുത്തെ വാട്ടർ. അപ്പോൾ ആ വെള്ളത്തിൽ നമ്മളിങ്ങനെ വായിൽ കുറേ നേരം പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ക്ലോറിൻ ആൻഡ് അസിഡിക് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ പല്ല് കുറച്ചുകൂടെ ഡീമിനറലൈസ് ആവും. അപ്പോൾ അതുകൊണ്ട് വായിൽ വെള്ളം എടുക്കാതിരിക്കുക ബേസിക്കലി. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ഫില്ലിങ്സും നല്ലതായിട്ട് ഇരുന്നോളും. ബ്രഷിംഗ് പോരാ, ഫ്ലോസിങ് ചെയ്യണം. കാരണം നമ്മൾ 2 പല്ലിൻ്റെ ഇടയ്ക്ക് ഫില്ലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്ലോസിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുഡ് അവിടെ സ്റ്റക്കായി ഇരുന്നിട്ട് അവിടെ അത് അലിഞ്ഞു പോയി ആ ഫില്ലിങ് ഇളകിപ്പോവും, ഡിറ്റാച്ച് ആവും. ഫ്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. മധുരപലഹാരങ്ങൾ, സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത് മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കൂടാതെ നമ്മൾ ഡെയിലി കഴിക്കുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പല്ലിന് പ്രത്യേകമായിട്ടും മോശമായിട്ടുള്ളത്? പിന്നെ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇങ്ങനത്തെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വീറ്റ്സ് ഒക്കെ കഴിച്ചാൽ തന്നെ നമ്മൾ വാ കഴുകണം. സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് എന്ത് കഴിച്ചാലും അത് വായിലിരുന്നാൽ പ്രശ്നമാണ്. കണ്ടിന്യൂസ് ഈ സ്നാക്ക് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്താലും അതിനൊരു പോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നീ വെള്ളം കുടിക്കുകയോ വാ കഴുകുകയോ ചെയ്യണം. അത് നിർബന്ധമാണ്. ഫുഡിൻ്റെയും ഡ്രിങ്കിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ
ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത് ഒരു ഡ്രിങ്കാണ് കൊമ്പൂച്ച, പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. ഇപ്പോൾ പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇപ്പം ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇത് നിരന്തരമായിട്ട് യൂസ് ചെയ്യും. കൊമ്പൂച്ച എന്ന് പറഞ്ഞൊരു ഡ്രിങ്കിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡ്രിങ്ക്സിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം പല്ലിന് എത്രത്തോളം അൺഹെൽത്തി ആയിരിക്കും? അവരുടെ പല്ല് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ് ഉണ്ടായേക്കുന്നത്. പല്ലിൻ്റെ ബാക്ക് സൈഡിലാണ് കൂടുതൽ ഡീമിനറലൈസേഷൻ ഉണ്ടാവുന്നത്. ഇത് കണ്ടിന്യൂസ് എടുക്കുവാണെങ്കിലും അത് റീറ്റെയിൻ ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ ഒറ്റ ഷോട്ട് എടുത്തു പിടിച്ചു നിന്നു പിന്നെ ഇറക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പല്ലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത്. പക്ഷേ ഒരു സ്ട്രോ ഇട്ടിട്ട് ഇറക്കിപ്പോയാൽ വലിയ കോണ്ടാക്റ്റ് വരില്ല. എന്നും കുടിക്കണം എന്നുണ്ടെങ്കിൽ യൂസ് സ്ട്രോ യൂസ് ചെയ്യുവാണെങ്കിൽ ആ കോണ്ടാക്റ്റ് കുറഞ്ഞ് നമുക്ക് പല്ലിനെ സേവ് ചെയ്യാൻ പറ്റും. പല്ല് തേക്കുന്ന സമയത്ത് മൗത്ത് വാഷിങ്, ഡെൻറ്റൽ ഫ്ലോസിങ്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബാക്കിലെ ടൂത്ത് എപ്പോഴും ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ചെയ്യാം. 3 ഫിംഗറിൽ വേണം ബ്രഷ് പിടിക്കാൻ. ഓക്കെ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസിയാണ് നമുക്ക് അമർത്തി തേക്കാനുള്ളൊരു ടെൻഡൻസി കൂടും. അപ്പർ ടീത്തും ലോവർ ടീത്തും നമ്മൾ ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഹൊറിസോണ്ടലി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തേഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് വെരി ലൈറ്റ് പ്രഷറിൽ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യുക. ഫ്രണ്ട് പല്ല് വരുമ്പോൾ ചെറുതായിട്ട് വാ തുറന്ന് വെക്കുക, എന്നിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രിസിൽസ് കുറച്ച് അമർത്തി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രിസിൽസ് എല്ലാം പല്ലിൻ്റെയും ഗംസിൻ്റെ ഇടയ്ക്ക് പോവും. അപ്പോൾ എന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഡിപ്പോസിറ്റ്സും ഇളകിപ്പോവും. ബ്രഷിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സോഫ്റ്റ് സ്റ്റിക്കി ആയിട്ടുള്ള സാധനം റിമൂവ് ആയി പോകുന്നു. അതാണ് അതിൻ്റെ യൂസ്. പക്ഷേ ഈ ബ്രഷ് 2 പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യുന്നില്ല. 2 പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോസ് ചെയ്യുന്നത്. ഈ ഫ്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഡെൻറ്റൽ ഫ്ലോസ് എടുത്തിട്ട് 2 പല്ലിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഗം വരെ പോകരുത്. മോണ മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് 2 പല്ലിൻ്റെ ഇടയ്ക്കൂന്ന് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ മോണ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അതങ്ങ് വലിക്കുക, ഡെൻറ്റൽ ഫ്ലോസ് അങ്ങ് വലിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മോണ മുറിയാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ചിലവരുടെ പല്ല് രണ്ടും മേളിലിങ്ങനെ ജോയിൻ ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുമായിരിക്കും, താഴെ മോണ താഴോട്ട് ഇറങ്ങി നിൽക്കുമായിരിക്കും. അതെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പ്രായമായിട്ട് അങ്ങനെ പലരുടെയും കാണാറുണ്ട്, മോണ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ഡെൻറ്റൽ ഫ്ലോസ് യൂസ് ചെയ്താൽ ക്ലീൻ ആവില്ല. അവർക്കാണ് നമ്മൾ പ്രോക്സ ബ്രഷ് എന്ന് പറഞ്ഞ് ഒരു ബ്രഷ് സജസ്റ്റ് ചെയ്യുന്നത്. അതൊരു ബോട്ടിൽ ബ്രഷ് ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേരുടെ ബോട്ടിൽ കഴുകുന്ന ബ്രഷ്, അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം, കുഞ്ഞു ബ്രഷാണ്. അതിന് സൈസുണ്ട്, വൈഡ് ബ്രഷും ഉണ്ട്, നാരോ ബ്രഷും ഉണ്ട്. ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇത് നാരോ ആണോ വേണ്ടേ വൈഡാണോ വേണ്ടേ. ആ ബ്രഷും മേടിച്ചിട്ട് ആ എല്ലാ പല്ലിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടിരിക്കും. മൗത്ത് വാഷസ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഇപ്പം ഹീലിംഗ് ബെറ്റർ ആക്കണമെങ്കിലോ ജസ്റ്റ് ഒരു ഫ്രഷ്നെസ് തോന്നണമെങ്കിലോ ഡീസെൻസിറ്റൈസ് ചെയ്യണമെങ്കിൽ, സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ഞങ്ങൾ ഡീസെൻസിറ്റൈസിങ് മൗത്ത് വാഷ്, അതൊരു തെറാപ്യൂട്ടിക് പേർപ്പസാണ്. ഒരു സെർട്ടേൺ ടൈമിന് വേണ്ടിയാണ് നമ്മളത് കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അത് നിർത്തുന്നതായിരിക്കും നല്ലത്. എല്ലാ ദിവസവും മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് വായിനെ ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളാവും. അപ്പം ഒരു 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തത് നിർത്തുക. ഓറൽ ഹൈജീൻ മെയിൻ്റനൻസിന് എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പല്ല് തേക്കുന്ന കാര്യം പറഞ്ഞപ്പം ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡാണ് ബാക്ക് ടു റൂട്ട്സ്, അല്ലെങ്കിൽ ഓർഗാനിക്, നാച്ചുറൽ എന്നൊക്കെ പറയും. അപ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തത് ഉമിക്കരി, മാവില, പൽപ്പൊടിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പല്ലിന് എത്രത്തോളം നമുക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ഉമിക്കരി വെറുതെ എടുത്തിട്ട് ഈ സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊള്ളും, ഭയങ്കര ഷാർപ്പാണ്. ഇനാമൽ ഹാർഡസ്റ്റ് തിങ് ഇൻ അവർ ബോഡി എന്ന് പറഞ്ഞാലും ഇനാമലിൽ ഈ സാധനം വിട്ട് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനാമലും തേഞ്ഞു പോകും. ഇത് ഭയങ്കര അബ്രേസീവാണ്, ഇതിന് ഭയങ്കര മോളിക്യൂൾസൊക്കെ വലിയ സൈസാണ്. അപ്പോൾ ഇത് പോയി നമ്മൾ ഇരുന്ന് തിരുമ്മി കഴിയുമ്പോഴത്തേക്ക് ഇനാമൽ അങ്ങനെ തേഞ്ഞ് പോകും. അപ്പോൾ അത് യൂസ് ചെയ്യാതെ ടൂത്ത് പേസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും എനി ടൈം നല്ലത്. അതും ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഭക്ഷണശീലത്തിനെ പറ്റി പറഞ്ഞു.
ഭക്ഷണശീലം അല്ലാതെ ആൾക്കാരുടെ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് പല്ലിന് മോശമായിട്ട് വരുന്നത്? കത്രിക ഇല്ലെങ്കിൽ പല്ല് വെച്ച് ഒറ്റ വലിയ നമുക്ക് പാല് പൊട്ടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുപ്പി പൊട്ടിക്കണമെങ്കിൽ ബോട്ടിൽ ഓപ്പണർ യൂസ് ചെയ്യത്തില്ല. എന്താ ചെയ്യുന്നത്? പല്ല് വെച്ച് ട്രൈ ചെയ്യും. ടൈലേഴ്സൊക്കെ ത്രെഡ് പൊട്ടിക്കുന്നത് ഈ കനൈൻ വെച്ചാൽ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പല്ലിൽ തേയ്മാനം ഉണ്ടാവും. ഫുഡ് അല്ലാതെ ആൾക്കാരുടെ ഹാബിറ്റ്സ് ആണ് ആൽക്കഹോൾ, സിഗരറ്റ്, ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന പദാർത്ഥങ്ങൾ. ഇതൊക്കെ സ്പെസിഫിക്കലി പല്ലിന് അല്ലെങ്കിൽ വായ്ക്കകത്ത് എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന മോശവശങ്ങൾ? സ്മോക്കിംഗ് കൊണ്ട് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്ലഡ് വെസൽസ് വായിലുള്ള ഈ മോണയ്ക്കകത്തൊന്ന് പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഒക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാം അങ്ങ് ചുരുങ്ങും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് മോണ എല്ലാം ചുരുങ്ങിപ്പോവും. മോണ രോഗം ഉണ്ടാവും. മോണ രോഗം ഉണ്ടാകുന്നതിൻ്റെ കൂടെ അതിൻ്റെ അകത്തിരിക്കുന്ന ബോണുണ്ടല്ലോ, അത് അലിഞ്ഞ് പോകാൻ തുടങ്ങും. അപ്പോൾ ടൂത്തിൻ്റെ സപ്പോർട്ട് കുറഞ്ഞ് പല്ല് നേരത്തെ ആടാൻ തുടങ്ങും. അപ്പോൾ യൂഷ്വലി ഒരു ഓൾഡ് ഏജിൽ പല്ലാടി പോകുന്നവരാണെങ്കിൽ ഈ സ്മോക്കേഴ്സൊക്കെ ഏർലി ഏജസിൽ ഈ സംഭവങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത ഒരാളാണ്, അവർക്ക് ഹെവി സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഫെയിലായി പോകും. പല്ലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മാസത്തേക്ക് സ്മോക്ക് ചെയ്യരുതെന്ന് പറയും. കാരണം സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല്ല് എടുത്ത ആ ഒരു വൂണ്ടുണ്ടല്ലോ, അത് ഹീലാവാൻ ടൈം എടുക്കും. ആൽക്കഹോൾ ആണെങ്കിലും പല്ല് തേഞ്ഞു പോവും. ചുണ്ടിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന പദാർത്ഥം ഉണ്ടല്ലോ, അത് ആ ഏരിയയിൽ പാച്ച് ക്രിയേറ്റ് ചെയ്യും. ല്യൂക്കോപ്ലേക്കിയ, അങ്ങനെ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ സ്മോക്കിങ്ങും ഈ ചുണ്ടിൻ്റെ ഇടയ്ക്കൊക്കെ വെക്കുന്ന ഈ പദാർത്ഥങ്ങൾ, ഇത് രണ്ടും ക്യാൻസർ കോസിങ് ആണ്.